ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ മനോഹറിനെ പോലീസ് സ്റ്റേഷനിലിട്ട് പൊളിച്ചെടുക്കുവാടാ. നിനക്ക് മൊത്തത്തിൽ എത്ര ഭാര്യമാരുണ്ടടാ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പം അറിയാ, എത്ര ഭാര്യമാരെന്നോ? എന്താ നിങ്ങളീ പറയുന്നത്? എൻ്റെ മേഡം ഇവൻ്റെ വലയിൽ വീണുപോയോ? ഇവൻ്റെ അവസാനത്തെ ഭാര്യയാണെന്ന് തോന്നുന്നു മേഡം. ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതാ. അപ്പോഴേക്കും മേഡം ഇവനെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണോ ജയിലിലേക്കോ? എന്തിന്? അതൊക്കെ ഇവൻ തന്നെ പറയും. മേഡം ഇവനോട് ചോദിക്കും, മറിയേ നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട. ചെല്ലടാ ചെല്ല്, നിന്നെയും കാത്ത് ഒരു വലിയ ആൾക്കാർ തന്നെ അവിടെ നിൽപ്പുണ്ട്, പൊയ്ക്കോ പൊയ്ക്കോ എന്നും കിരൺ പറയാണ്. അത് കേട്ടതും നമ്മുടെ മറിയ ചോദിക്കുക, എന്താ സംഭവം? എന്താ കിരൺ? എന്താണേലും പറയേ, എന്തിനു വേണ്ടിയാ മനോഹറിനെ ഇങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നേ? ഒന്നുമില്ല മറിയേ, ഇവർക്ക് എന്നോട് പണ്ടേ എന്തോ ഒരു ദേഷ്യമുണ്ട്. അത് ഞാൻ അവർക്ക് വർക്ക് കൊടുത്തില്ലല്ലോ, നിന്നെ കൊണ്ട് കൊടുപ്പിച്ചില്ലല്ലോ, അതിൻ്റെ ദേഷ്യമാണ്. ആണോ? ദേ നിങ്ങൾക്ക് ഞാൻ വർക്ക് തരാം, എൻ്റെ മനുവിനെ വെറുതെ വിടണം എന്നും മറിയ. ഞങ്ങൾക്ക് വർക്കൊന്നും വേണ്ട മേഡം, ഞങ്ങൾ വർക്കില്ലാതെ കിടക്കുമൊന്നുമല്ല, ഇഷ്ടം പോലെ വർക്കും ഓർഡറുകളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉള്ളതുകൊണ്ട് മാഡത്തിൻ്റെ വർക്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും ഇവനിവിടം വരെ വന്നതല്ലേ, സാറിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോടാ. അത് കേട്ടതും, അയ്യോ വേണ്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു തെറ്റും നീ ചെയ്തിട്ടില്ലേ? എടാ നിന്റെ തലയ്ക്ക് അടി കൊണ്ടത് എങ്ങനെയാടാ എന്നും കിരൺ ചോദിക്കുക. അത് പിന്നെ കള്ളൻ കയറി, കള്ളനെ അടിക്കാൻ പോയപ്പോൾ കള്ളൻ എന്നെ അടിച്ചു. മേഡം ഇവനെ കണ്ണുമടച്ച് വിശ്വസിച്ചാലുണ്ടല്ലോ, മേഡത്തിൻ്റെ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ ഇതാക്കാണ്. അത് കേട്ടതും നമ്മുടെ മറിയ, എന്താടാ ഇവരെന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറിയ നമുക്ക് പോകാം, എൻ്റെ അങ്കിളെ കാണണ്ടേ? എൻ്റെ അങ്കിൾ ഈ ലോക്കപ്പിലെ ഈ സ്റ്റേഷനിലെ SI ആ. അത് കേട്ടതും എൻ്റെ മറിയ, അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ആവാം, പോകാം. വേണ്ടടാ നിൽക്ക്, ഇവരാരാ അതൊക്കെ പറയാൻ? എൻ്റെ അങ്കിൾ വന്നിട്ട് നമുക്ക് ഇവരുടെ പേരെ കേസ് കൊടുക്കാം. അയ്യോ അതൊന്നും നടക്കില്ല മറിയ, ഇവരാരാന്ന് മറിയൊക്കെ അറിയില്ല. എനിക്കറിയാം, കിരണും കല്യാണിയും RS കൺസ്ട്രക്ഷൻ്റെ MDയും MDയുടെ ഭർത്താവും അല്ലേ? അത് കേട്ടതും അതെ RS കൺസ്ട്രക്ഷൻ എൻ്റെ കല്യാണിയുടെ പേരിലുള്ളതാ. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരയുവിനെ കാണുന്നില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ വന്നതാ. യാദൃശ്യമായിട്ടാണ് നിങ്ങളിവിടെ കണ്ടത്. എന്തായാലും നിങ്ങളുടെ അങ്കിളെ കാണാൻ വന്നതല്ലേ? അയ്യോ ഈ സ്ഥലം SI ആണല്ലോ നിങ്ങളുടെ അങ്കിള്, അതുകൊണ്ട് ഞാനൊന്നിനും ഇടപെടാനില്ല. വാ കല്യാണി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും കല്യാണിയും അങ്ങ് പോകുന്ന സമയത്ത് മറിയ കണ്ണടച്ച് കാണിക്കുകയാണ്. ഈ സമയം കല്യാണിയും കണ്ണടച്ച് കാണിക്കുക. ഇതേ സമയം എന്നാ പാടാ നമുക്ക് പരിചയപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോയ സമയം ഇവരങ്ങനെ വിട്ടിട്ട് പോകുന്ന ആൾക്കാരല്ലല്ലോ, എന്തായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം മറിയ, എടാ നീ ഒരു കാര്യം ചെയ്, ഞാൻ അങ്കിളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്നും പറഞ്ഞുകൊണ്ട് മറിയ അകത്തേക്ക് ചെല്ലുക. നീ ഓടിപ്പോരുത് കേട്ടോ, നമുക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ളതാ. ശരി മറിയ, ഞാനിവിടെ നിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നിൽക്കുക. അങ്ങനെ അകത്തേക്ക് പോയി. സാർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, വളരെ തന്ത്രപരമായിട്ടാണ് ഞാൻ അവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലാണ് അവനെ പിടിക്കുന്നതും അകത്താക്കുന്നതിനൊക്കെ ഉള്ള കരുത്ത്. കേട്ടല്ലോ, നിങ്ങളത് ചെയ്യണം. ശരി മാഡം, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് SIയും കുറച്ച് 2-3 പോലീസുകാരും കൂടെ അങ്ങോട്ട് ചെല്ലുക. നീ ആയിരുന്നല്ലേ മറിയമ്മളുടെ ഭർത്താവ്? അതെ സാർ ഞാനാ. നിന്നെ പരിചയപ്പെടാനേ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എടാ നീ വലിയ മിടുക്കനാണെന്നൊക്കെ കേട്ടല്ലോ, അമേരിക്കയിലും ജപ്പാനിലും കൊറിയയിലും ചൈനയിലും ഒക്കെ നിനക്ക് വലിയ ബിസിനസ്സാണെന്ന് കേട്ടല്ലോ. എന്ത് ബിസിനസ്സാ മോനെ എന്നും ചോദിക്കണം. അത് പിന്നെ ഓരോരോ ബിസിനസ്സുകളാണ് സാർ. ആണോ? എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നീ മിടുക്കനാണ് കേട്ടോ. രക്ഷപ്പെട്ടു, ഇയാൾ ശത്രുവല്ല എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. വാ അകത്തേക്ക് വാ മോനെ. അത് കേട്ടത്, സാരില്ല സാർ ഞാനിവിടെ നിന്നോളാം. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മറിയമ്മോൾ അവിടെ ഇരിക്കുക, അപ്പം മോനും കൂടെ അകത്തേക്ക് വരണ്ടേ? അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടത്, വേണ്ട സാർ ഞാനിവിടെ നിന്നോളാം. ഈശ്വര, അകത്തേക്കെങ്ങാനും പോയി എനിക്ക് പേടിയാ, ഞാൻ പോവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കേരള അകത്തേക്ക് എന്നും SIയുടെ ശബ്ദം അങ്ങോട്ട് മാറി. എന്താ സാർ ഇങ്ങനെ? ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ, നീ പേടിക്കുമെന്നറിയാനേ. അകത്തേക്ക് കയറി വാ. വേണ്ട സാറേ ഞാൻ ഇവിടെ നിന്നോളാം, നിന്നോടല്ലേ പറഞ്ഞത് അകത്തേക്ക് കയറാൻ. അത് കേട്ടതും മനോഹർ ഒന്ന് ഞെട്ടി. മനോഹർ ഞെട്ടലോടുകൂടെ SIയെ നോക്കണ്ടടാ, നിന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ താലപ്പൊലിയുമായിട്ട് നിന്റെ ഭാര്യമാർ തന്നെ വരുന്നുണ്ട്. എന്തായാലും നീ മിടുക്കനാടാ, നിനക്കേ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല വലിയ അവാർഡ് തന്നെ തരും. ലോകത്ത് അത്രയും പെൺകുട്ടികളെ പറ്റിച്ചവനല്ലേ നീ. അതുകൊണ്ട് എല്ലാ ഭാര്യമാരും കൂടെ ചേർന്ന് താലപ്പൊലി എടുത്ത് നിന്നകത്തേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോളും എന്നും പറയുക. അത് കേട്ടതും, സാർ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മറിയെ കാണണം.
മറിയെ കാണണോ? വാ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് SI പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ മനോഹറെ. ഈ സമയം മറിയ, എന്താ അങ്കിളെ, എന്തായി കാണിക്കുന്നേ? എൻ്റെ ഇവൻ ആരാണെന്ന് മോക്കറിയോ? ഇല്ല, എൻ്റെ ഭർത്താവല്ലേ അങ്കിളെ എന്നും മറിയ. അത് കേട്ടതും മോളുടെ ഭർത്താവ് മാത്രമല്ല, ഈ നാട്ടിലും അന്യനാട്ടിലും അടുത്ത നാട്ടിലും തലസ്ഥാനത്തും സംസ്ഥാനത്തും ഒക്കെ ഇവന് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? കുറച്ചു മുമ്പ് വന്നുപോയ കിരണും കല്യാണിയും അത് തന്നെ പറഞ്ഞത്. കിരൺ സാറിനെയും കല്യാണി മേഡത്തെ അറിയോ? പിന്നെ അറിയില്ലേ, അവർ ഈ നാട്ടിലെ പേരുകെട്ട കൺസ്ട്രക്ഷൻ കമ്പനിക്കാരല്ലേ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അവരോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? എന്തായാലും ഇവനെ ഞങ്ങളിപ്പോൾ പിടിച്ചകത്തിടാൻ പോയോ? ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ളതാ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും ഇവനിപ്പോൾ തൽക്കാലം അകത്ത് കിടക്കട്ടെ. സാറ് ചതിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മറിയ, ഒന്ന് പറ മറിയ. അത് കേട്ടതും എന്താ ഒരു പ്രശ്നം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, എനിക്ക് പേടിയാവുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ അങ്കിളെ കണ്ടിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാമെന്ന്. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോടാ. എനിക്കും അറിയില്ല മറിയെ. എന്തായാലും ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ആകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മനോഹറിനെ പിടിച്ച് ലോക്കപ്പിനകത്തിട്ടു. അപ്പം മറിയ കരയുന്ന പോലെ അഭിനയിക്കുക. എൻ്റെ മനുവിനെ വിട് അങ്കിൾ, എൻ്റെ മനുവിനെ വിട് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം മറിയ ചിരിച്ചുകൊണ്ട് മനോഹറിനെ നോക്കി. എന്താടാ നീ എന്താ കരുതിയേ? ഞാൻ എങ്ങനെയൊക്കെ പറയുമെന്നോ? എന്നാലേ അത് നിനക്ക് തെറ്റി. നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാടാ ഇന്നലെ ഒരു രാത്രി മുഴുവനും നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ നാടകം കളിച്ചത്. നീയേ അമേരിക്കയ്ക്ക് പോകാനുള്ള സ്വപ്നവുമായിട്ട് ജീവിക്കുകയാണോ? സരയുവെന്ന പെൺകുട്ടിയുടെ മാത്രമല്ല സകല പെൺകുട്ടികളുടെയും ജീവിതം തകർത്തിട്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതിയോ? എന്നാ നിനക്ക് തെറ്റി. നിന്റെ കാലൻ ഞാൻ തന്നെയാടാ. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച ഞാൻ വന്നത്. പക്ഷേ നിയമം എന്ന് പറയുന്നവരെണ്ണം ഉണ്ടല്ലോ, നിയമത്തിനെതിരെ ഒന്നും ചെയ്യരുതെന്നുള്ളൊരു വാശി കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. നിന്നെ തന്ത്രപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ ഞാൻ എത്തിച്ചോളാന്ന് കിരണും കല്യാണിക്കും ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ കിരണും കല്യാണിയും നേരത്തെ തന്നെ എന്നെ വന്ന് കണ്ടിരുന്നു. നിനക്ക് അപകടം പറ്റിയ ആ സമയത്ത് തന്നെ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയുകയും ചെയ്തു. എല്ലാം കൊണ്ടും നീ ഒരു വലിയ ക്രിമിനലാണെന്നും നിന്നെ വിശ്വസിക്കരുതെന്നും അവരെന്നെ മനസ്സിലാക്കി തന്നു. അതുമാത്രമല്ലടാ, അവരുടെ ഭാര്യമാരും എന്നെ കണ്ടു. അവരുടെ അല്ല, നിന്റെ ഭാര്യമാരും എന്നെ കണ്ടു. ജുബാന, നിഷ, പിന്നെ അങ്ങനെ കുറേ പേര്, അവരെല്ലാവരും എൻ്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നീയുമായിട്ടുള്ള കല്യാണ ഫോട്ടോ വരെ അവരെന്നെ കാണിച്ചു. ഇപ്പം സരയുവിനെ കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് അവൾ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ. എന്നാ മറ്റു പെൺകുട്ടികൾ നിന്നോട് എന്ത് പിഴച്ചടാ, എന്ത് തെറ്റ് ചെയ്തടാ? എല്ലാം കൊണ്ടും നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ മനു. നീ നോക്കിക്കോ, നിന്റെ ജീവിതം അവസാനിച്ചടാ. ഇനി അമേരിക്കയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണം. ആ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക്. എൻ്റെ പഴയ ബിസിനസ് നല്ല അന്തസ്സായിട്ട് തുടങ്ങും. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ അമേരിക്കയ്ക്ക് പോകാമെന്ന് കരുതിയാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തോ കർത്താവ് എന്നെ നേരത്തെ രക്ഷിച്ചു. നിന്റെ വലയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പോയിട്ടില്ല. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടാ നിന്നെ കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും മേടിപ്പിച്ചത്. നിന്റെ അക്കൗണ്ട് കാലിയാക്കിക്കാൻ. ആ പാവം സരയുവിനെ പറ്റിച്ച പൈസയല്ലേ, ആ പൈസ അങ്ങനെ അങ്ങ് പോട്ടേന്ന് കരുതി. പിന്നെ ആ സ്വർണ്ണാഭരണങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതെല്ലാം കൃത്യമായി സരയുവിൻ്റെ മോളുടെ പേരിലുണ്ട്, നീ ജന്മം നൽകിയ നിന്റെ മകളുടെ പേരിൽ. അത് കേട്ടതും നമ്മുടെ മനോഹർ, അവളെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നിർത്തിക്കോ, നിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പു ഞാൻ. മര്യാദയ്ക്കല്ലെങ്കിൽ നിർത്തിക്കോ. ഒരു വാക്കിനി ആ കൊച്ചിനെ കുറിച്ച് നീ പറഞ്ഞു പോരുത്. നിന്റെ മകളാണെന്ന് പറയാൻ അത് ഈ ജന്മത്ത് നാണക്കേട് കൊണ്ട് തല മൂടി നടക്കേണ്ടി വരും. എന്നാൽ അവളുടെ അച്ഛൻ മരിച്ചുപോയെന്നും പറഞ്ഞ് അവൾ ജീവിക്കട്ടെ. അതാവുമ്പോൾ അന്തസ്സോടെ ആ കൊച്ചിന് ജീവിക്കാം. അത് എല്ലാ സൗകര്യത്തോടു കൂടെയും ജീവിക്കൂടാ. നിനക്കാണ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് മറിയ മനോഹറിനോട് പറയുക. അത് കേട്ടത് മനോഹർ, മറിയെ ക്ഷമിക്ക്, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി നീ ഒന്നും ചെയ്യണ്ട. ഇനി നിനക്ക് ചെയ്യാൻ ജയിലിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ ഭാര്യമാരോടൊപ്പം അവസാനത്തെ ഭാര്യയായി ഞാനും ഉണ്ടാവും, നിനക്കെതിരെ സാക്ഷി നൽകാൻ. മനസ്സിലായല്ലോ? എന്നാൽ വരട്ടെ സാറേ, പോയിട്ട് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ SI സാറ് സംസാരിക്കും. ഇത് കേട്ടത് മറിയ അവിടെ നിന്ന് പോവുക. കേട്ടല്ലോടാ? എടാ കല്യാണ വീര,
നിനക്കിനി ഭാര്യമാർ ലൈനായിട്ട് വരും. എന്തായാലും കോടതിയിൽ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഐ ഇങ്ങനെ കളിയാക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. കുഞ്ഞിനെ താരനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ശാരിയുടെ കയ്യിലേക്ക് കിട്ടുന്നേ ഇല്ല. അയ്യോ എനിക്ക് കുഞ്ഞിനെ വേണം, ഞാൻ അതിനൊന്ന് എടുത്തോട്ടെ. എന്തിന്? നിങ്ങൾ അതിൻ്റെ ആരും അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ കുഞ്ഞിനെ എടുക്കുന്നതെന്ന് യാമിനയുടെ ചോദ്യം. മോള് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ അന്വേഷിക്കും. സരയു വരുമ്പോഴല്ലേ, സരയുവിന് കുഞ്ഞുമായിട്ട് ബന്ധമുണ്ട്. അവളാണ് നൊന്ത് പ്രസവിച്ച അമ്മ. ആ അമ്മയ്ക്കും ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിക്കുമാണ് ആ കുഞ്ഞിനോട് അവകാശം. അതുകൊണ്ട് നിനക്കൊരവകാശവും ഇല്ല. നീ എന്തായാലും സരയുവിനെ വളർത്തിക്കോ, സരയുവിനെ സ്നേഹിച്ചോ. പക്ഷെ ആ കുഞ്ഞിനെ സരയു വരുന്നത് വരെ സ്നേഹിക്കുന്നത് താരയായിരിക്കും. അതുകൊണ്ട് നീ പോയി അടുക്കള ജോലിയൊക്കെ ചെയ് എന്നും പറഞ്ഞ് ശാരിയെ ഭീഷണിപ്പെടുത്തുക. ഈ സമയം ശാരി പേടിച്ച് അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ഇതിനെ പോലീസ് പിടിച്ചു എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ അവനെ പോലീസ് പിടിച്ചു. അത് നല്ല കാര്യമാണ്. അവനെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജയിലിലേക്ക് കൊണ്ടുവരില്ല. റിമാൻഡ് കഴിഞ്ഞാൽ അവനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. എൻ്റെ കൈ കൊണ്ട് അവനെ തീർക്കണമെന്ന് വിചാരിച്ചതാ. എൻ്റെ മോളുടെ ജീവിതം തകർത്തവനാ, എൻ്റെ മോളുടെ സമനില തെറ്റിച്ചവനാ. അങ്ങനെയുള്ള ഒരുത്തനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അവൻ കാരണം എൻ്റെ മോളുടെ ജീവിതം തകർന്നു. എൻ്റെ മോളിന്ന് നടു റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവളെ കാണാനില്ല, എവിടെ പോയിന്ന് ഒരു പിടിയില്ല. എല്ലാം കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എടാ ഗംഗേ, അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ളൊരവസരം നീ ഉണ്ടാക്കി തന്നാൽ മതി, തരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ വിക്രമും ഗംഗാപ്രസാദും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ രാഹുൽ അങ്ങ് പോയി, ഇയാൾ പറയുന്നത് കേട്ടില്ലേ, അവനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കണമെന്ന്. എടാ വിക്രമ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയാടാ അവനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നത്? അവൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. അവൻ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പാവം, അവനെ രക്ഷിക്കാൻ പുറത്ത് ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴെൻ്റെ സങ്കടം. ഒരു കാലത്ത് വലിയ ഗുണ്ടയായിരുന്ന സമയത്ത് എന്നെ സഹായിച്ചവനാ. ഇന്നവനെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അവനിങ്ങോട്ട് വരട്ടെ, എന്തായാലും സഹായം എന്നാൽ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് ഗംഗ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം വിക്രമാദിത്യർ എല്ലാത്തിനും കാരണക്കാരി ആ കല്യാണിയായിരിക്കും. അവൾ തന്നെയായിരിക്കും ഇപ്രാവശ്യവും മനോഹറിനെ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ കല്യാണിയുടെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. ഈ സമയമാണെങ്കിൽ ശാരി ഇരുന്ന് ഭയങ്കര കരച്ചില്ല. എന്തിനാ കരയുന്നേ? എനിക്ക് എൻ്റെ കൊച്ചുമോളെ ഒന്ന് കാണണം. വേണ്ടെന്ന് പറഞ്ഞല്ലേ, കൊച്ചുമോളെ കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അതിനെ താലോലിക്കേണ്ടെന്ന് താരയോട് പറയാൻ നിനക്ക് ഒരവകാശവും ഇല്ല. കാരണം നീ അതിൻ്റെ ആരുമല്ല. സരയുവിൻ്റെ അമ്മ പോലും അല്ലാത്ത നിന്നെ സരയു കൂടെ നിർത്തിയത് അവളുടെ തെറ്റ്. സ്വന്തം അമ്മയെ ആട്ടിപ്പായച്ചും തല്ലിയും ഉപദ്രവിച്ചും ഒക്കെ പറഞ്ഞു വിട്ടതിന് സരയുവിന് ഇന്ന് കിട്ടിയ കൂലിയാണിത്. സ്വന്തം മകളെ കാണാൻ പോലും കഴിയാതെ സ്വന്തം ഭർത്താവ് ഒരു ചതിയനാണെന്നറിഞ്ഞ് അവളിപ്പോൾ ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നിന്റെ മോള് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണിത്. ഒരിക്കലും നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മളെ വിട്ട് പോകില്ല എന്ന് കാരണന്മാർ പറയാറില്ലേ, അത് സത്യ. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. സരയു എന്തൊക്കെ ചെയ്താലും സരയുവിൻ്റെ ജീവിതം തീർന്നു. ഇനി സരയുവിനൊരു ജീവിതമില്ല. പക്ഷേ ജീവിതം ഉള്ളത് ആ കുഞ്ഞെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. നിൻ്റെയും ആ ബഗാസുരൻ്റെയും കൂടെ ജീവിച്ചാലുണ്ടല്ലോ ആ കുഞ്ഞ് ക്രിമിനലായി മാറും, സരയുവിനെ പോലെ ക്രിമിനൽ. അതുകൊണ്ട് ആ കുഞ്ഞ് സന്തോഷമായിട്ട് അതിൻ്റെ മുത്തശ്ശിയുടെ നല്ല മനസ്സുള്ള മുത്തശ്ശിയുടെ കൂടെ ജീവിക്കട്ടെ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിനെ ശാരിയെ പൊളിച്ചെടുക്കുക. അതല്ല യാമിനെ, മോള് തിരിച്ചു വരുമ്പോൾ ചോദിക്കും കുഞ്ഞെവിടെയെന്ന് ചോദിക്കും. താരയുടെ കയ്യിലാണ് കുഞ്ഞെന്ന് അറിഞ്ഞാൽ അവൾ വീണ്ടും വയലൻ്റ് ആവും. അന്നേരം നമുക്ക് നോക്കാം. അപ്പോൾ താരയുടെ കയ്യിലായിരുന്നു കുഞ്ഞെന്ന് എന്തിനാ അവളോട് പറയാൻ പോകുന്നത്? രൂപ മേഡത്തിൻ്റെയും ചന്ദ്രസേനൻ സാറിൻ്റെയും കയ്യിലായിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ ആ അമ്മ, അതായത് ഇപ്പോൾ ആ അമ്മ മനസ്സറിഞ്ഞൊന്നതിനെ സ്നേഹിച്ചോട്ടെ. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാനോ താലോലിക്കാനോ ഉള്ളൊരു സമയം പോലും ആ ബഗാസുരൻ അതിന് കൊടുത്തില്ല. പ്രസവിച്ച ഉടനെ ചോര കുഞ്ഞിനെ അതിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോന്നു. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അങ്ങനെയുള്ളപ്പോൾ ആ സങ്കടം ആ പേരക്കുട്ടിയെ കൊഞ്ചിച്ച് ആ അമ്മ തീർക്കട്ടേന്നേ. നിങ്ങൾ കുറച്ച് ദിവസം മിണ്ടാതിരുന്നാൽ മതി, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനെ പൊളിച്ചെടുക്കുകയാണ്. ഈ സമയമാണെങ്കിൽ മനോഹറിനെ കാണിക്കുന്നത്. മനോഹറിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് SI സാർ, എന്താടാ പുറത്തു പോകണമെന്ന് തോന്നുന്നുണ്ടോ? അമേരിക്കയ്ക്ക് പോകണ്ടേ എന്നും സാർ. അപ്പോൾ മനോഹർ ഒന്നും മിണ്ടാതെ തലകുനിച്ചിക്കുക. അമേരിക്കയ്ക്ക് പോകാനുള്ള സ്വപ്നവുമായിട്ട് വന്നതാണല്ലേ, പാവം. നിന്നെ അമേരിക്കയ്ക്ക് ഞാൻ കൊണ്ടുപോകാട്ടോ. ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്ക്, അവിടെ നിന്ന് നേരെ ജയിലിലേക്ക്. അത് അമേരിക്കയാണെന്ന് വിചാരിച്ചാൽ മതി. അമേരിക്ക ചെന്നിട്ട് ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ട്. മമ്മട്ടി എടുത്ത് പറമ്പ് കിളക്കണം,
അവിടുത്തെ ഇതൊക്കെ ബാത്റൂമൊക്കെ അടിച്ചു കഴുകണം, അങ്ങനെ പല ജോലികളും ചെയ്യണം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിനക്കൊരു തുക അങ്ങ് കയ്യിലേക്ക് തരും. അതാണ് ഇനി മുതൽ നിനക്ക് ജീവിക്കാനുള്ള പണം. ജയിലിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിനക്ക് കിട്ടാൻ പോകുന്ന തൂക്കുകയറായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നിന്റെ ഭാര്യമാരെന്താ തൂക്കുകയർ മേടിച്ചു തരുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പറ്റിയ നല്ലൊരു വക്കീലിനെ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ. അപ്പം ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.